അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ? ഇസ്ലാമിക് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവേ, മഗ്‌രിബിന് മുമ്പ് 7 ഫാത്തിഹ നിനക്ക് വേണ്ടി ഓതുന്നു എന്ന നീയത്ത് വെച്ച് 7 ഫാത്തിഹ ഓതുക. നീയത്ത് വെച്ച ശേഷം എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞു 7 ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ നല്ല ഇഖ്ലാസോടെ ദുആ ചെയ്യുക. എനിക്കൊരുപാട് വിഷമങ്ങളുണ്ട്, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കുടുംബങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. എല്ലാം നീ ശിഫയാക്കി തരണേ എന്ന നീയത്തിൽ മനസ്സിൽ കരുതി 7 ഫാത്തിഹ ഓതുക. നമ്മുടെ എല്ലാ വിഷമങ്ങളും ഈ 7 ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നീയത്ത് വെച്ച് ഓതുക. ഓതി തീർന്നതിന് ശേഷവും ദുആ ചെയ്യുക. നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ, മാനസിക പ്രശ്നങ്ങൾ, മാനസികമായ പിരിമുറുക്കം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത്, നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ, ഭർത്താവിൻ്റെ വിഷയങ്ങൾ, നമ്മളെ കടങ്ങൾ, എല്ലാ വിഷയങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അല്ലാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. 7 ഫാത്തിഹ ഓതിയതിന് ശേഷം ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ച് തരുന്നതാണ്. നല്ല ഇഖ്ലാസോടെ ഓതുകയാണെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ 5 നേരം നമസ്കരിച്ചതിന് ശേഷം നല്ല ഇഖ്ലാസോടെ ഓതി ദുആ ചെയ്യുക. എൻ്റെ ഭാര്യയുടെ പ്രയാസം, എൻ്റെ വീട്, തൊഴിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് 7 ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് നോക്കും. എല്ലാം പടച്ചവൻ മാറ്റിത്തരും. നല്ല ഇഖ്ലാസോടെ വേണം ഇത് ഓതാൻ. അതുപോലെ തന്നെ 7 ഫാത്തിഹ വെള്ളത്തിലൂതി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടും, ഓർമ്മശക്തി ഉണ്ടാകും. ഇപ്പം എല്ലാ മക്കൾക്കും എക്സാമാണ്. ഇങ്ങനെ ചെയ്ത് എല്ലാ പേരൻസും അങ്ങനെ ചെയ്ത് ദുആ ചെയ്ത് കൊടുക്കണം. മക്കൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അലം നശ്റഹ് സൂറത്ത് നമ്മൾ ഓതിയ വെള്ളം കൊടുക്കുകയാണെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കും. ഓതിയ വെള്ളം മക്കൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് ഓതിപ്പിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട്, നമ്മളെ ഖുർആനിലെ മാതാവാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാം ശിഫയാക്കി തരട്ടെ. എല്ലാ അസുഖങ്ങളും എല്ലാം മാറ്റി പടച്ചവൻ തരട്ടെ. നമ്മൾ നിയത്ത് വെച്ച് ഓതാൻ മറക്കരുത്. നിയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് എല്ലാ വിഷമങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹയുടെ 7 ഫാത്തിഹ ഓതിയാലുള്ള ഗുണങ്ങളാണ് ഞാനീ പറഞ്ഞത്. ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ദിവസവും 70 തവണ ആയത്തുൽ കുർസി ഓതി റബ്ബിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിയത്ത് വെച്ച് ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് നിർത്താം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സാധിച്ചു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നല്ല അറിവ് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.